Dear students, today we are discussing a new topic, profit and loss appropriation account. What is profit and loss appropriation account? It is a bridge between profit and loss account and partners capital account. നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് പഠിച്ചത് ഓർമ്മയിലുണ്ടാവും. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡഡ് പർട്ടിക്കുലർ ഡേറ്റ് തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെതാണ് ഈ ഫസ്റ്റ് പോർഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗമാണിത്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഭാഗത്ത് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്കും. അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇൻഡയറക്റ്റ് ഇൻകം അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം അങ്ങനെ തന്നെ അല്ലേ എന്ന്. ശരിയാണ്. അതേപോലെ ഇതും. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ടോട്ടൽ ചെയ്യുന്നു. ഈ ഭാഗം ടോട്ടൽ ചെയ്യുന്നു. ഏത് സൈഡിലാണ് കുറവ് എന്ന് നോക്കുന്നു. ഈ സൈഡിലാണ് കുറവെങ്കിൽ അത് എന്താണ് പറയുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് എന്നും. ഈ സൈഡിലാണ് കുറവെങ്കിൽ അതിനെ പറയുന്ന പേര് ഗ്രോസ് ലോസ് എന്നുമാണ്. നമുക്ക് നോക്കാം. ഈ പ്രോബ്ലത്തിൽ ഈ സൈഡിലാണ് കുറവ് വരുന്നത്. അതുകൊണ്ട് ഈ സൈഡിൽ വരുന്ന കുറവിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. ഈ ഗ്രോസ് പ്രോഫിറ്റിനെ നെക്സ്റ്റ് ഭാഗത്തേക്ക്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രോ ഡൗൺ ചെയ്ത് എഴുതുന്നു. അതിനുശേഷം ഇതിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ആദ്യം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ അതുപോലെ ഇൻഡയറക്റ്റ് ഇൻകവും റെക്കോർഡ് ചെയ്യുന്നു. വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നു. ഈ ഭാഗം ആഡ് ചെയ്യുന്നു. എവിടെയാണ് കുറവ് നോക്കും. ഇവിടെയാണ് കുറവെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് എന്നും, ഇവിടെയാണ് കുറവെങ്കിൽ അത് നെറ്റ് ലോസ് എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ഈ പ്രോബ്ലത്തിൽ ഇവിടെയാണ് കുറവ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? 5975 രൂപയാണ് കുറവ്. ആ കുറവുള്ള എമൗണ്ട് നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ്. ഈ ഒരു വരി നമ്മൾ എഴുതാറില്ല, എന്നിരുന്നാൽ കൂടി ഈ വരി ഇതിൽ അണ്ടർസ്റ്റുഡ് ആണ്. കാരണം നമ്മൾ ഈ ചെയ്തിട്ടുള്ളത് ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. മനസ്സിലായോ? ഒറ്റയ്ക്ക് ഒരാൾ നടത്തുന്ന ഓർഗനൈസേഷന് പറയുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. അങ്ങനെയുള്ള ഒരു സോൾ പ്രൊപ്രൈറ്ററുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമ്മളിവിടെ കണ്ടത്. ഒരാൾ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകളും പിന്നീട് ഈ പ്രോഫിറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് കംപ്ലീറ്റ് അയാൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? നോ ഷെയറിങ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അല്ലേ. അതൊരു തരത്തിൽ ഗുണമാണ്, ഒരു തരത്തിൽ ദോഷമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ആ നെറ്റ് പ്രോഫിറ്റ് ഡയറക്റ്റ് ആയിട്ട് സോൾ പ്രൊപ്രൈറ്ററുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവും. അയാളുടെ ക്യാപിറ്റലിൻ്റെ കൂടെ അതിങ്ങനെ ആഡായി വരും. അയാൾക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് വീണ്ടും ഓർഗനൈസേഷനിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ചെയ്യാവുന്നതാണ്. അത് അവിടെ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു സാലറി, കമ്മീഷൻ ഇതൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. കാരണം എന്താണ്? എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അധികാരി എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർ ആണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു എമൗണ്ടും ഇതിനൊന്നും പറഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഈ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്? അയാളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ആ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പഠിച്ചിരിക്കുന്നത് അല്ലേ. അത് അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണ്. അതേസമയം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ പിക്ചറിന് ചെറിയൊരു മാറ്റം വന്നു. എന്താ വന്നത്? ഒന്നുകിൽ അവിടെ 2 പാർട്ട്ണർ ഉണ്ടാവും, അല്ലെങ്കിൽ അതിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ആരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? അതവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് വിചാരിക്കാം ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഇപ്പോൾ 2 പാർട്ട്നേഴ്സ് ഉണ്ട്. 1:1 ആണ്. ഈക്വൽ ആണെങ്കിൽ ഈ 5975 എന്ന് പറയുന്നത് 1:1 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതുവരെ പഠിച്ച ക്യാപിറ്റൽ അക്കൗണ്ടുകളിൽ കണ്ടു കഴിഞ്ഞു. ചില പാർട്ട്നേഴ്സിന് സാലറി ഉണ്ട്, ചില പാർട്ട്നേഴ്സിന് കമ്മീഷൻ ഉണ്ട്, ചിലർക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നുണ്ട്, മിക്കവർക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ എവിടുന്നാണ്? ഇതൊക്കെയും എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്? പ്രോഫിറ്റിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അല്ലേ. ഈ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നടത്തണ്ടേ? ആ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നെറ്റ് പ്രോഫിറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റാണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഒന്നുകൂടി നോക്കി നോക്കാം. എന്തൊക്കെയായിരുന്നു അഡ്ജസ്റ്റ്മെന്റ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പിന്നെന്തായിരുന്നു? പാർട്ട്നേഴ്സ് സാലറി, പിന്നീടോ പാർട്ട്നേഴ്സ് കമ്മീഷൻ. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൂടി നമ്മൾ പറഞ്ഞല്ലോ. എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ 4 അഡ്ജസ്റ്റ്മെന്റ് ആണ് മെയിനായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ. ഈ 4 അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ആരോട് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ? പ്രോഫിറ്റിനോടോ ലോസിനോടോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ. അത് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം വേണം അത് ആർക്ക് ഡിവൈഡ് ചെയ്യാൻ? പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാൻ.
Profit or loss after all these adjustments is divided among the partners. ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത ശേഷമേ പാർട്ട്നേഴ്സിന് ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നമ്മളിത് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? നോക്കി നോക്കാം എവിടേക്കാണെന്നുള്ളത്. എവിടേക്കാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക്. ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട്, ഷോപ്പിങ്ങിന് പോകാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. ബാങ്കിൽ നിന്ന് എടുത്തിട്ട് നമ്മളതിങ്ങനെ കയ്യിൽ പൊക്കി പിടിച്ചുകൊണ്ടാണോ നടന്നു വരുന്നത്? അല്ല, അതെവിടെയാണ് നമ്മൾ വെക്കുന്നത്? ഒരു ബാഗിലേക്കാണ് വെക്കുന്നത് അല്ലേ? ആ ബാഗിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നു. ഷോപ്പിൽ ചെന്നിട്ട് ഈ പൈസയൊക്കെ എന്ത് ചെയ്യുന്നു? പല സാധനങ്ങളായിട്ട് വാങ്ങിച്ച് അത് ചിലവാക്കുകയാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് എമൗണ്ടും ചിലവായി കഴിഞ്ഞാൽ പിന്നെ ആ ബാഗിന് വല്ല പ്രസക്തി ഉണ്ടോ? ആ ബാഗിൻ്റെ ഉള്ളിൽ നോക്കിയാൽ പിന്നെ എന്തെങ്കിലും കിട്ടുമോ? ഫുൾ എമൗണ്ടും നമ്മൾ സാധനം വാങ്ങിച്ച് അവസാനിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇല്ല അല്ലേ? അപ്പോൾ ആ ബാഗിന് പിന്നെ യാതൊരു പ്രസക്തിയില്ല. അതുപോലെയാണ് ഇത്. ഒരു ബാഗാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നെറ്റ് പ്രോഫിറ്റ് എടുത്ത് ഈ ബാഗിൽ കൊണ്ടുവന്നിടുന്നു. എന്നിട്ട് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്ണറിൻ്റെ സാലറി, കമ്മീഷൻ, ഡ്രോയിങ്സ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ബാക്കി വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് ആർക്ക് കൊടുക്കുന്നു? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടുകൂടി ആരുടെ ഉപയോഗം കഴിഞ്ഞു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഉപയോഗം കഴിഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത്? അപ്പം ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്, അതായത് നമുക്കിത് എങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ആ നേരത്തെ പ്രോബ്ലത്തിന്റെ വാല്യഭാഗം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. 5975 ആണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് അത് ഏത് സൈഡിൽ കിട്ടിയത്? ഡെബിറ്റ് സൈഡിൽ കിട്ടിയത്. ഇനി ലോസ് ആണെങ്കിൽ ഈ എമൗണ്ട് എവിടെയാണ് കിട്ടുകയായിരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കിട്ടുകയായിരുന്നത്. ആ സൈഡ് മാറിപ്പോവാതെ നോക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്ന പോലെ തന്നെ ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട് കോളം, വീണ്ടും ഒരു പർട്ടിക്കുലേഴ്സ് കോളം, ഒരു എമൗണ്ട് കോളം, ഇത്രയാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഇതിലേക്ക് ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് ഈ നെറ്റ് പ്രോഫിറ്റ് ആണ്. മനസ്സിലായോ? ഈ നെറ്റ് പ്രോഫിറ്റ് ഈ സൈഡിലേക്ക്, അതായത് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഇപ്പം നെറ്റ് ലോസ് ആണെങ്കിൽ ഏത് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക? ഒരു സംശയം വേണ്ട, ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിൽ. മനസ്സിലായോ? പ്രോഫിറ്റ് ആയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് സൈഡിലും, ലോസ് ആകുമ്പോൾ അതിനെ ഡെബിറ്റ് സൈഡിലുമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിലേക്ക് കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഞാൻ കാണിച്ചു ചോദിക്കട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് നോക്കി നോക്കി. അത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്സ്പെൻസ് ആണ്. പാർട്ട്ണർക്ക് ആ എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏതിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്? ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എടുത്താണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് ഇതിപ്പോൾ ഒരു 10,000 രൂപയാണെന്ന് വിചാരിക്കാം. ഈ 10,000 രൂപയിൽ നിന്ന് 1000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്രയായിട്ട് മാറും? 9,000 ആയിട്ട് മാറും. 1000 രൂപ സാലറി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് എത്രയായിട്ട് മാറും? 8,000 ആയിട്ട് മാറും. 2,000 രൂപ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി അത് എത്രയായിട്ട് മാറും? ഈ പറഞ്ഞ 6,000 ആയിട്ട് മാറും. ഇതെങ്ങനെയാണ് മാറുക? ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഈ ക്രെഡിറ്റിൽ കിടക്കുന്ന സാധനത്തിൽ നിന്ന് കുറയ്ക്കണമെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഏത് സൈഡിൽ റെക്കോർഡ് ചെയ്യണം? ഡെബിറ്റിൽ റെക്കോർഡ് ചെയ്യണം. അപ്പൊ നോക്കി നോക്കൂ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ രണ്ട് പാർട്ട്നേഴ്സിനും ഡിവൈഡ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ സാലറി, കമ്മീഷൻ, ഓക്കെ, ഇതൊക്കെ ഏത് സൈഡിലാണ് വരുന്നത്? ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം. ഒന്ന് നോക്കി നോക്കി, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് പാർട്ട്ണർക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുള്ളതാണോ അതോ ഇങ്ങോട്ട് വാങ്ങിക്കാനുള്ളതാണോ എന്ന് ആലോചിച്ച് നോക്കി. ഡ്രോയിങ്സ് അയാൾ വിഡ്രോ ചെയ്ത തുകയാണ് അല്ലേ? അപ്പോൾ അയാൾ ആ വിഡ്രോ ചെയ്ത തുകയ്ക്കുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നതാണ്? ഈ പ്രോഫിറ്റിന്റെ എമൗണ്ട് കൂട്ടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഈ സൈഡിൽ തന്നെ, അതായത് ക്രെഡിറ്റ് സൈഡിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. മനസ്സിലായോ? ഇത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നെറ്റ് ലോസ് ആണെങ്കിലും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ചെയ്തതിന്റെ നേരെ ഓപ്പോസിറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇതൊക്കെ എന്ത് ചെയ്യുക ചെയ്തിരുന്നത്? ക്രെഡിറ്റ് ചെയ്യുന്നു, ഈ ഒരു ഐറ്റം ഡെബിറ്റ് ചെയ്യുന്നു. ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഒക്കെ ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രോയിങ്സ് നമ്മളിവിടെ കൺസിഡർ ചെയ്യില്ല. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഇത് ബാലൻസ് ചെയ്തിട്ട് വരുമ്പോൾ ഏത് സൈഡിലാണ് അധികം വരുന്നത് എന്നുള്ളത് നോക്കുക. ഈ സൈഡിലാണ് കൂടുതലെങ്കിൽ ഈ സൈഡിലായിരിക്കും ബാലൻസ് വരിക അല്ലേ? ഈ സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അതെന്താണ്? പ്രോഫിറ്റ് ആണ്.
അതായത് ഈ പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും എമൗണ്ട് എല്ലാം കുറച്ചിട്ടും ഇവിടെ ബാക്കിയുണ്ടെന്ന് അർത്ഥം. ആ ബാക്കിയുള്ള എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ് വരുന്നത്. ആ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഈ സൈഡാണ് കൂടുതൽ എന്നുണ്ടെങ്കിലോ ഇതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാലൻസ് നെഗറ്റീവ് ആയി എന്നാണ് അതിനർത്ഥം. അപ്പോൾ അത് എവിടെ റെക്കോർഡ് ചെയ്യുന്നു? ഈ സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നു. അതും എവിടേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? ലോസ് എന്ന്. ഇതിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ് എന്നുള്ളത്. ക്ലിയർ ആയോ? ഈ സൈഡ് ടോട്ടൽ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ നോക്കി നോക്കുക. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോമാറ്റൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു തിയറി ഇത് PDF തരുന്നതിൽ കൃത്യമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് എഴുതി എടുത്താൽ മതി. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ തിയറിറ്റിക്കൽ പാർട്ട് ഒന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് പറയാം. Profit and loss appropriation account. എന്താണ് profit and loss appropriation account? This is an extension of profit and loss account and is prepared to show how the net profit has been distributed among the partners. ഇതെന്താണ്? ഒരു എക്സ്റ്റൻഷൻ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കൂടെ ഒരു അക്കൗണ്ട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആ അക്കൗണ്ടിന് പറയുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. മാത്രമല്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യണത്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ്. ആരെയൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ക്യാപിറ്റൽ അക്കൗണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണക്ഷൻ കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ ഈ ലിങ്കിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കത്തിണ്ടാവില്ലേ കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മുടെ മറ്റ് പല ഫ്രണ്ട്സിനെയും ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച കാര്യം നടന്നു കഴിഞ്ഞാൽ ഇടയിൽ നിന്ന ഫ്രണ്ട് എപ്പോൾ ഔട്ടായി എന്ന് ചോദിച്ചാൽ മതി. ആ ഫ്രണ്ടാണ് ആര്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളത്? അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ്? ഇതിൽ കുറച്ച് ജേർണൽ എൻട്രീസ് വരുന്നുണ്ട് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനായിട്ടുള്ളത്. ആ ജേർണൽ എൻട്രീസ് ഒന്ന് പരിചയപ്പെടാം. കാണാതെ പഠിക്കണം എന്ന് ഞാൻ പറയണില്ല. അതൊക്കെ നിങ്ങളുടെ താല്പര്യം. അത്ര വലിയ അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്നില്ല. ആ ഫോർമാറ്റ് ഒന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായാൽ അത് മാത്രമായാലും മതി. അപ്പം ഞാനത് പരിചയപ്പെടുത്തുന്നുണ്ട് ടോപ്പിക്കിൻ്റെ ഭാഗമായതുകൊണ്ട്. നോക്കി നോക്കൂ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ദി ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ചെയ്തതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രോഫിറ്റ് ആണ് എങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ലോസ് ആണെങ്കിലോ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലേക്ക്. നേരത്തെ നമ്മൾ കണ്ടതല്ലേ ഇത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ആദ്യം അത് എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നോക്കി നോക്കാം. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണിക്കേണ്ടത്? ഇൻഡിവിജ്വൽ ആയിട്ടാണ് കാണിക്കേണ്ടത്. ഇനി അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി സാലറി എന്താണ് ചെയ്യുന്നത്? സാലറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതെല്ലാത്തിനും ഒരേ ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനായാലും സാലറിക്കായാലും നിങ്ങളൊന്ന് കണ്ടുപോയാൽ മതി. അതുപോലെ കമ്മീഷൻ ആയാലും ഒരേ ട്രീറ്റ്മെന്റ് ആണ് വരുന്നത്. ആർക്കാണ് വ്യത്യാസം വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആകുമ്പോൾ ക്രെഡിറ്റിംഗ് ടു ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട്. എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ട്രാൻസ്ഫർ എങ്ങനെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റിലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് റെക്കോർഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ജസ്റ്റ് ഒന്ന് നോക്കിയൊന്ന് ജസ്റ്റ് പോയാൽ മതി. ഇനി എല്ലാത്തിനും ശേഷം പ്രോഫിറ്റ് ഓർ ലോസ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് പറയുന്നുണ്ട്. ഇഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെബിറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്. ലോസ് ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് എൻട്രി എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത്രയുമാണ് ജേർണൽ എൻട്രീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട, ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ജേർണൽ.
നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതൊന്ന് പഠിക്കുക, മനസ്സിലാക്കുക, PDF നോക്കിയിട്ട് നോട്ട് പകർത്തി വെക്കുക, നന്നായി വായിക്കുക. അപ്പോൾ ഒന്നുകൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും. ഇതിലധികം തിയറി പോർഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.